നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ സമയത്ത് ആ ആളുടെ കൂടെ നിൽക്കുന്നതല്ലേ യഥാർത്ഥ സത്യം. എത്ര വലിയ ശബ്ദം ചെയ്തിരുന്നെങ്കിലും അവസരത്തിനൊത്ത് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടതല്ലേ അമ്മ. ദൈവങ്ങൾക്ക് ഇഷ്ടം അതായിരിക്കും. ഒരു കൊടും തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചോണ്ട് വരുന്ന കണ്ടില്ലേ? പുറത്തുനിന്ന് ആലോചിച്ചു കൂട്ടിയതായിരിക്കും. ആനന്ദേട്ട, വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളാ ആനന്ദേട്ടൻ. ഞങ്ങളോട് ആനന്ദേട്ടൻ എപ്പോഴും പറയുന്നതും കൊടുത്ത വാക്ക് പാലിക്കണമെന്നാ. ഇവള് പക്ഷെ വാക്ക് തെറ്റിച്ചു. അതിന് ഞാൻ ശിക്ഷ വിധിച്ചു. ഇവളെ ഇവിടെ കയറ്റുന്ന പ്രശ്നമില്ല. എന്നാ ഞാൻ എന്റെ സ്റ്റാൻഡ് പറയാം. ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ ശ്യാമ. അവളുടെ കണ്ണീര് തുടയ്ക്കാനാവുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നേ? ഏതായാലും ഇതിപ്പോ എതിർവശത്ത് സ്വന്തം അമ്മയായിപ്പോയി. അതുകൊണ്ട് കുറച്ചങ്ങ് ക്ഷമിക്കാം. ചെയ്ത തെറ്റിന് ശ്യാമയോടമ്മ മാപ്പ് പറയണം. എന്നാ തൽക്കാലത്തേക്കൊക്കെ മറക്കാം. വേണം. നീ എന്താടാ പറഞ്ഞേ? അമ്മ ശ്യാമയോട് മാപ്പ് പറയണമെന്നോ? ഈ പറഞ്ഞതിന് നീ മാപ്പ് പറയണം അമ്മയോട്. കൊള്ളാം. നമുക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷവും വാങ്ങിക്കഴിച്ച് ജീവൻ അവസാനിപ്പിക്കുന്നതാ നല്ലത്. നിങ്ങളുടെ അമ്മ ഇവളോട് മാപ്പ് പറയണോന്ന്. ഇവൾ ഇവനെ പുറത്തുനിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്ക. ഐശ്വര്യ, ഈ പ്രശ്നം ഒന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോ നീ ആളി കത്തിക്കരുത്. അങ്ങനെ ആരും മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അച്ഛാ, ആരെയും വേദനിപ്പിക്കാനല്ല, ശ്യാമയുടെ മനസ്സിനേറ്റ മുറിവുണക്കാനാ ഇങ്ങനൊരു പരിഹാരം പറഞ്ഞ. എന്റെയും മനസ്സ് ശാന്തമാക്കണം. എന്നാലും നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി? കുടുംബത്തിന്റെയും കമ്പനിയുടെയും പ്രധാന അവകാശി അമ്മയാ. ആ കമ്പനിയുടെ ശമ്പളാ നീ വാങ്ങുന്നത്. ശ്യാമയും അവിടുത്തെ ഉദ്യോഗസ്ഥയാ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആർഭാടമൊക്കെ ഈ അമ്മയുടെ ഔദാര്യം. ഇതെല്ലാം കൂടെ അനുഭവിച്ച് സുഖിച്ചിട്ട് ആ അമ്മയെ കൊണ്ട് ഭാര്യയോട് മാപ്പ് പറയിക്കണം അല്ലേ? ഉദ്യോഗം സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണെങ്കിലേ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. ഐശ്വര്യ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാൻ പറയാൻ ആലോചിച്ചതാ അവള് പറഞ്ഞത്. ഭാര്യയുടെ അഭിമാനത്തിന് വേണ്ടി സ്വന്തം അമ്മയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഒരുങ്ങിയ ആദർശ ഭർത്താവല്ലേ? ഐശ്വര്യ പറഞ്ഞതിന് അർത്ഥമുണ്ട്. അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളാണോ അതോ ഭാര്യയുടെ അഭിമാനമാണോ വലുത്? എനിക്ക് എന്റെ ഭാര്യയുടെ അഭിമാനം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.